ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക കേട്ടോ. അങ്ങനെ അലീനയെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തേക്കാണ്. അലീനയ്ക്ക് ഇനി വീട്ടിൽ പോകാം. അപ്പോൾ വീട്ടിൽ പോയിട്ടും ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യണ്ട എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അധികം അനങ്ങിയുള്ള പണിയൊന്നും എടുക്കരുത്, ശരീരം ഇളകരുത്, മുറിവ് സ്റ്റിച്ചിന് ബാധിക്കും. അതുപോലെ പാത്രം കഴുകാനൊന്നും നിൽക്കരുത്. മസിലൊക്കെ ഇളകും, ആ വയറിൻ്റെ മസിലൊക്കെ ഇളകി സ്റ്റിച്ച് പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട്, അതായത് ഉള്ളിയുടെ തൊണ്ട് കളയാം, അതുപോലെ പച്ചമുളകിൻ്റെ ആ ഞെട്ടൊടിക്കാം, അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്താൽ മതി, അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാണ് ഡോക്ടർ തമാശ രൂപേണ കേട്ടോ. ആ സമയത്ത് ആ ലേഡി ഡോക്ടർ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും ദിവസം ഞാൻ കരുതിയിരുന്നത് സാറിൻ്റെ മകളാണ് എന്നാണ്. അങ്ങനെ തന്നെയാണല്ലോ ഞാൻ 2-3 തവണ സാറിനോട് സംസാരിച്ചതും എന്ന് പറയാണ്. ആ സമയത്ത് അലീനെ ഇങ്ങനെ ഡോക്ടർ നോക്കിയിട്ട് ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഞാൻ മകളെപ്പോലെ തന്നെയാണ് കാണുന്നത് എന്ന് പറയാണ്. അത് കണ്ടപ്പോൾ അലീനെ ഇങ്ങനെ ഡോക്ടർ നോക്കണം. എന്തായാലും ശരി, അപ്പോൾ നിങ്ങൾ ഇനി വീട്ടിലേക്ക് പൊക്കോളൂ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം, അതുപോലെ നെക്സ്റ്റ് വീക്ക് കാണിക്കാനായിട്ട് വരികയും വേണം എന്ന് പറയാണ്, കൺസൾട്ടേഷനും വരികയും വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. അങ്ങനെ ഡോക്ടേഴ്സ് പോയതിന് ശേഷം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവർ പറഞ്ഞത് കേട്ടോ, എൻ്റെ മകളാണോ എന്ന് അവർ ചിന്തിച്ചു എന്ന് പറയുമ്പോൾ അലീന അങ്ങനെ സാറിനെ നോക്കട്ടോ, ബാലചന്ദ്രനെ നോക്കുമ്പോൾ ശരിയാണ്, എൻ്റെ മകൾ തന്നെയാണ് അല്ലേ നീ എന്ന് ചോദിക്കുകയാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ മറ്റൊരു തരത്തിൽ നീ എൻ്റെ മകൾ തന്നെയാണല്ലോ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അത് കേട്ടപ്പോൾ അലീന സംശയത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രനെ, എന്താ ഇപ്പം ഇങ്ങനെ പറയണേ എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു അച്ഛനെ പോലെ തന്നെയാണ്, എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് സാറിനെ കണ്ടേക്കുന്നത്. അപ്പോൾ നീ അമ്മയെ പോലെ തന്നെ ആയിരിക്കുമല്ലോ വൈജയം കാണുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ അങ്ങനെ തന്നെയാണ്, എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടേക്കുന്നത് എന്ന് പറയുമ്പോൾ, ആ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് കണ്ടേക്കുന്നത് അല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അപ്പോഴും ഒരു മുന വെച്ച് സംസാരിക്കുന്നത് പോലെ ബാലചന്ദ്രൻ സംസാരിക്കുമ്പോൾ അലീനയ്ക്ക് എന്തോ ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ സമയത്തൊന്നും ചോദിക്കുന്നൊന്നുമില്ല. എന്നാ വാ പോകാം, എല്ലാ സാധനങ്ങളും എടുത്തില്ലേ, ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകണമെന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ, ഇനി മാഡത്തിന് എന്തെങ്കിലും അനിഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ വീട്ടിലെ കാര്യമൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന നമ്മുടെ മാമച്ചായന് കൊടുത്ത കാശ് എടുത്ത് ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബില്ലൊക്കെ പേ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ബില്ല് പേ ചെയ്യാൻ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ബില്ല് പേ ചെയ്യാൻ പോകുമ്പോൾ അലീന ആ കാശ് എടുത്തിട്ട് കൊടുക്കുക കേട്ടോ. ഇത് എവിടുന്ന ഈ കാശ് എന്ന് ചോദിക്കുമ്പോൾ, ഇതെനിക്ക് മാമച്ചനങ്ങൾ തന്നതാണ് സാർ, ഇത് എടുത്തോ എന്ന് പറയുമ്പോൾ, ഓ അത്രയ്ക്കൊക്കെ നിനക്ക് കാശ് തന്നോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചതും ഒന്നല്ല, പോവാൻ നേരം ഈ തലേണയ്ക്ക് അടിയിൽ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് പറയാണ് അലീന. അപ്പോൾ പറയുന്നുണ്ട്, തൽക്കാലം അത് ആവശ്യമില്ല, അത് നീ കയ്യിൽ വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം എന്ന് പറയുമ്പോൾ, വേണ്ട സാർ, മാഡം ഇനി അതിനും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഏതായാലും എനിക്ക് കാശ് മാമച്ചനങ്ങൾ തന്നിട്ടുണ്ട്, അപ്പോൾ നിനക്ക് മാമച്ചനങ്ങൾ ചിലവാക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ഞാൻ ചിലവാക്കുന്നതാണോ നിനക്ക് പ്രശ്നം? ഞാൻ എൻ്റെ ഒരു മകളായിട്ടല്ലേ നിന്നെ കണ്ടേക്കുന്നത്, ഞാനല്ലേ ഇത്രയും ചിലവാക്കിയത്, എനിക്കത് യാതൊരു ബുദ്ധിമുട്ടുമല്ല. അല്ല സാർ, സാറിനത് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാണ്, എനിക്ക് ഏതായാലും അങ്കിൾ എനിക്ക് ഇത്രയും കാശ് തന്നു എന്ന് പറയുമ്പോൾ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിനക്ക് വേണ്ടി കാശ് ചിലവാക്കുന്നതിൽ, അത് ഞാൻ പിന്നീട് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറയാണ് ബാലചന്ദ്രൻ. തൽക്കാലം നീ അത് തന്നെ കയ്യിൽ വെച്ചോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവാൻ നിൽക്കട്ടെ. ആ സമയത്ത് മനുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ഡിസ്ചാർജ് ആയിട്ടുണ്ട്, വീട്ടിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം മനുവിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ അലീനയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് എത്തുന്ന സീനാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വൈജയന്തിയാണ് വന്ന് കതക് തുറക്കുന്നത് കേട്ടോ. അങ്ങനെ വൈജയന്തി കതക് തുറക്കുന്ന സമയത്ത് ബാലചന്ദ്രനെയും കൂടെ അലീനയും കണ്ടിട്ട് ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അലീനയുടെ ബാഗ് പിടിച്ചുകൊണ്ട് ബാലചന്ദ്രനാണ് അകത്തേക്ക് കയറുന്നത് കേട്ടോ. അലീനയെ കൊണ്ട് അതൊന്നും എടുപ്പിക്കുന്നില്ല. അപ്പം വൈജയന്തിക്ക് അതൊക്കെ ദേഷ്യം, എന്താ അവളുടെ ബാഗ് അവളുടെ കയ്യിൽ പിടിക്കാൻ കൊടുത്ത ബാലചന്ദ്രൻ എന്തിനാ അവളുടെ ബാഗും പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ വൈജയ നീ എന്താ ഒന്നും അറിയാത്ത ഒരു പൊട്ടന്മാരെ പോലെ സംസാരിക്കുന്നത്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്, അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ജോലിയും അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല, അവളുടെ ബാഗ് പിടിക്കാൻ പോലും അവളെ കൊണ്ട് പറ്റത്തില്ലേ, ബാലചന്ദ്രൻ എന്തിനാ അവളുടെ ബാഗ് പിടിച്ചുകൊണ്ട് വരുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ, ഞാൻ എൻ്റെ കൈ കൊണ്ടല്ലേ ഈ ബാഗ് പിടിച്ചേക്കുന്നത്, എനിക്കത് ബുദ്ധിമുട്ടില്ല, പിന്നെ നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ അലീനയെ വിളിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ കയറാതെ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. ഈ വൈജി ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണല്ലോ. അങ്ങനെ അലീനയോട് അകത്തേക്ക് കയറാൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയുടെ ബാഗ് കൊണ്ടുപോയിട്ട് ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എവിടെ അലീന വന്നോ? വന്നോ അമ്മേ, വന്നിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങോട്ട് എന്താ വരാത്തെ? വരുന്നുണ്ട് അമ്മേ, അകത്തേക്ക് കയറിയിട്ടേ ഉള്ളൂ, അവിടെ വൈജ അവിടെ നിൽപ്പുണ്ടല്ലോ, അവൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറയണേ.
പിന്നീട് അലീന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അലീന അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി മോളെ എന്തൊക്കെയാണ് ഇവിടെ നടന്നത്, എൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ട് അലീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ്. മുത്തശ്ശീൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും നീ ഞങ്ങളെല്ലാവരും പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ, എന്താണ് ഇവിടെ സംഭവിച്ചത്, ഒന്നും മനസ്സിലാവാതെ ഞാൻ നീറി കിടക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ വന്നില്ലേ മുത്തശ്ശി, ഇനി ഒരു കുഴപ്പമില്ല, ഇനി മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ എന്ന് പറയാണ് അലീന. എൻ്റെ പൊന്നു മോളെ, നിൻ്റെ അസുഖം ഒന്ന് ആദ്യം ഭേദമാവട്ടെ, അത് കഴിഞ്ഞിട്ട് മതി എൻ്റെ കാര്യങ്ങൾ നീ നോക്കുന്നത് എന്ന് പറയാണ് മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, ഞാൻ നോക്കാം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ അവൾ വെറുതെ ഓരോന്ന് പറയുന്നതാണ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എന്താണെങ്കിലും ഒരു 2 മാസമെങ്കിലും നല്ല റെസ്റ്റ് വേണം, 2 ആഴ്ച നല്ല റെസ്റ്റ് വേണം, അത് കഴിഞ്ഞിട്ടേ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, 2 മാസത്തോളം കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. എന്താണെങ്കിലും എത്ര സ്റ്റിച്ചൊക്കെ ഉള്ളതിൽ വയറ്റിനകത്തും പുറത്തും സ്റ്റിച്ച് ഉണ്ട്, അതൊന്നും ഇളകാതെ ശ്രദ്ധിക്കാൻ വേണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ ആ വൈജിയോട് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ, ഈ കുട്ടിയെ കൊണ്ട് ഒരുപാട് ജോലി എടുപ്പിക്കരുത് എന്ന്. അത് അമ്മ തന്നെ പറഞ്ഞാൽ മതി, അമ്മയുടെ മോളല്ലേ, ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, അമ്മ തന്നെ അതൊക്കെ ഒന്ന് മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്ന് പറയാണ് ബാലചന്ദ്രൻ. അത് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ, അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് തന്നെ പോവാണ്. വൈജയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഹോളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വരുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ഇപ്പോൾ എത്ര ബില്ലായി എന്ന് ചോദിക്കുമ്പോൾ ആ ബില്ലൊക്കെ കുറേ ആയി എന്ന് പറയാണ്. അപ്പോൾ എത്രയും ചോദിക്കുമ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷത്തിൻ്റെ അടുത്തായി മൊത്തം എന്ന് പറയാം കേട്ടോ. ഒരു 1.25 ലക്ഷത്തിന് മേളിലായിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ അത്രയൊക്കെ ചിലവാക്കാനും മാത്രം ആരാണ്, ഇനി അതൊക്കെ എങ്ങനെ അവളുടെ അടുത്ത് നിന്ന് തിരിച്ചു പിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ വൈജയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ വൈജയ്, നീ ഇത്രയും തരം താണ് പ്രവൃത്തി പറയരുത്, ഇത്രയും വാക്കുകൾ പറയരുത്. ആ മാമച്ചനങ്ങൾ അവൾക്ക് ഒരുപാട് കാശ് കൊടുത്തു, അവൾ അതെനിക്ക് തരുകയും ചെയ്തു, ഞാനത് വാങ്ങിക്കാഞ്ഞതാണ്. അവൾക്ക് കാശ് കൊടുത്തുന്നു എന്തിന്, അവരുടെ ആ സ്നേഹം കൊണ്ടാണ്, അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് അവൾക്ക് വേണ്ടി ആ കാശ് കൊടുത്തത്. ഏകദേശം ഒരു 50,000 രൂപ ഉണ്ടായിരിക്കും, അത്രയും കാശ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അത് ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അത് എനിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം, നീ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണ്ട, ഇനി ആ കാശ് അവൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞ് അവളുടെ ബാഗ് തപ്പിയിട്ട് കാശും പൊക്കി പിടിച്ചുകൊണ്ട് വരണ്ട, അതുകൊണ്ടാണ് ഞാൻ അത് മുൻകൂട്ടി നിന്നോട് പറഞ്ഞത് എന്ന് ബാലചന്ദ്രൻ പറയാണ്. എന്നാലും ബാലചന്ദ്രൻ എന്ത് പണിയാണ് കാണിച്ചത്, ആ കാശ് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കാൻ പാടില്ലായിരുന്നോ ബാലചന്ദ്രനെ, അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ, ബാക്കി നോക്കിയാൽ പോരെ പിന്നെ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ വൈജയ്, ദയവ് ചെയ്ത് നീ കാശിൻ്റെ കാര്യം വിട്ട്, അത് ഞാൻ നോക്കിക്കോളാം, എൻ്റെ കാശല്ലേ, അത് വിട്ടേക്ക്, നിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഞാൻ ചോദിച്ചില്ലല്ലോ, വാങ്ങിച്ചില്ലല്ലോ, നീ അത് എന്ത് ചെയ്യുന്നു എന്ന് പോലും ഞാൻ അന്വേഷിക്കാറില്ലല്ലോ, നീ അത് വിട്ടേക്ക്, ഇവിടുത്തെ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ നോക്കുന്നത്, അതുപോലെ ഞാൻ എൻ്റെ അലീനയുടെ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ, അലീനയുടെ കാര്യങ്ങൾ നോക്കാം, അലീന നിങ്ങളുടെ ആരാണ്, ബാലേന്ദ്രൻ്റെ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ ആരെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ ആരാണെന്നോ നിൻ്റെ ആരാണെന്നോ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം, ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു, ചികിത്സിച്ചു, അവളുടെ അസുഖം മാറ്റി കൊണ്ടുവന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് അലീന റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനെ വൈജയന്തി വിളിച്ചിട്ട് ഇങ്ങനെ ഇനി ചെയ്യേണ്ട ജോലികളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, 2 ആഴ്ചയോളം റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ കിടന്ന് റെസ്റ്റ് എടുക്കായിരുന്നില്ലേ, സുഖിക്കായിരുന്നില്ലേ, അത്രയൊന്നും പോരെ, അങ്ങനെ സുഖിച്ചതൊന്നും പോരെ, ഇനി ഇവിടെയും വന്നിട്ട് റെസ്റ്റ് എടുക്കണോ, നിനക്ക് ഞാനിനി വെച്ച് വിളമ്പി ഉണ്ടാക്കി തരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് അങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്താണ് ബാലചന്ദ്രൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എൻ്റെ വൈജയ മണ്ടത്തരം പറയല്ലേ എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ അവളോട് 2 ആഴ്ച റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസത്തോളം അവൾ റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്, അത്രയും വലിയൊരു ഇഞ്ചുറിയാണ് അവളുടെ വയറ്റിലുള്ളത്, അത് വെച്ചുകൊണ്ട് അവൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഞാൻ ഇവൾക്ക് വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ മക്കൾക്കാണെങ്കിൽ നീ വെച്ചുണ്ടാക്കി കൊടുക്കത്തില്ലേ, അതുപോലെ കണ്ടിട്ട് അവൾക്ക് കൂടി നീ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പങ്ക് അവൾക്ക് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കണം. പിന്നെ ഇവൾ ആരാ, എൻ്റെ മകളെങ്ങാനുമാണ്, അല്ലല്ലോ, എൻ്റെ മക്കൾക്ക് എന്ത് വന്നാലും ഞാൻ നോക്കും, അവരെ ഞാൻ പരിചരിക്കും, ശുശ്രൂഷിക്കും, അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കും, പക്ഷേ അങ്ങനെയല്ലല്ലോ ഇവള് എന്ന് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെയും ഒരു മകളായിട്ട് കണ്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. പക്ഷേ അലീനയുടെ ആ ചോദ്യം കേട്ടിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കട്ടോ. അലീന അങ്ങനെ ചോദിക്കുമെന്ന് ബാലചന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ബാലചന്ദ്രൻ അലീനെ ഇങ്ങനെ വളരെ നിസ്സഹായതോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം വൈജയന്തി ആണെങ്കിൽ ഇങ്ങോട്ട് കലി കയറി നിൽക്കുകയാണ്, കലി തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നെ എൻ്റെ മകളായിട്ട് കാണാനോ, ആർക്കോ എങ്ങനെയോ പിഴച്ചുണ്ടായ നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് കാണണോ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമം വരികയാണ്.
അലീന പറയുന്നുണ്ട്, എൻ്റെ അമ്മയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുമ്പോൾ, പിന്നെ നിൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ എന്ത് പറയണം, എങ്ങനെയോ പിഴച്ച് നിന്നെ പ്രസവിച്ച് അത് കടന്നു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ, എന്നിട്ട് നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് കാണണമെന്നോ, എൻ്റെ മകളായി കണ്ട് നിന്നെ ഞാൻ പരിചരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ചില സമയത്ത് അങ്ങനെ വേണ്ടി വരും വൈജി, നിൻ്റെ മകളായിട്ട് കാണേണ്ട ഒരു സമയം വന്നാലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തിനു ഇവളെ എൻ്റെ മകളായിട്ട് കാണണം, എനിക്ക് അങ്ങനെ പിഴച്ചുണ്ടായ സന്തതികളെ ഒന്നും എൻ്റെ മകളായിട്ട് കാണേണ്ട ആവശ്യമില്ല, കാര്യമില്ല എന്നൊക്കെ വൈജി പറയുമ്പോൾ, കാര്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം, തൽക്കാലം ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ മകളായിട്ട് കാണണ്ട, എൻ്റെ മകളായിട്ട് കണ്ടോ, എനിക്ക് ഉണ്ടായ മകളാണെന്ന് നീ അങ്ങോട്ട് കരുതിക്കോ എന്ന് പറയാട്ടോ. അത് കേട്ടതും വൈജയ്ക്ക് ദേഷ്യം ഇരട്ടിക്കാണ്. ബാലേന്ദ്രൻ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്, എന്തൊക്കെ വിളിച്ച് പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്, നല്ല ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്, കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനും മനസ്സിലാക്കാനും ഉണ്ട്, അപ്പോഴാണ് കൂടുതൽ ബോധത്തോടു കൂടി ഞാൻ സംസാരിക്കുക എന്ന് പറയാണ്. അലീനയെ നോക്കിക്കൊണ്ട് പറയട്ടോ. അപ്പോൾ അലീന അങ്ങനെ എന്താണ് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്ക്, എനിക്ക് അങ്ങനെ ഇവളെ പരിചരിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല, എനിക്കിനി ജോലിക്കൊക്കെ പോകണം എന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ ചില വാക്കുകളൊക്കെ കേട്ടപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനും കൂടി വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. റൂമിലേക്ക് ചെന്ന് കഥ കടക്കുകയാണ്. ആ സമയത്ത് അലീനയും ബാലചന്ദ്രനും കൂടി അവിടെ ഹോളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വൈജയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ സ്വഭാവത്തിലുള്ള ഓരോരോ മാറ്റങ്ങളും അതുമാത്രമല്ല അലീനയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും ഒക്കെ കണ്ടിട്ട് വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അങ്ങനെ വാതിലടിച്ച് ദേഷ്യപ്പെട്ട് അവിടെ വൈജ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, നിനക്ക് പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതി, അല്ലെങ്കിൽ നീ ചെയ്യേ വേണ്ട, നീ റെസ്റ്റ് എടുക്കണം, 2 ആഴ്ച കംപ്ലീറ്റ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്, അതേപോലെ തന്നെ പോയാൽ മാത്രമേ നിൻ്റെ മുറിവ് ഉണങ്ങുള്ളൂ, പിന്നെ നിനക്ക് മര്യാദക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതനുസരിക്കുന്ന വേണം, എന്ത് കുഴപ്പമുണ്ടെങ്കിലും അവൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിലും നീ നിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് നിൻ്റെ ആരോഗ്യം നോക്കിയിട്ട് എന്ത് പണിയും ചെയ്താൽ മതി, എന്ത് കാര്യം അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ ഒന്നും കൂടി പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ് നീ ഒന്ന് ഭേദമായതിന് ശേഷം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനുണ്ട്, ഇത് നീ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയാണ് ബാലചന്ദ്രൻ. അത് കേട്ടിട്ട് സംശയത്തോട് കൂടിയിട്ട് എന്താ അപ്പോൾ സാറിന് പറയാനുണ്ടാവുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ് അലീന ബാലചന്ദ്രനെ. അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് ടെൻഷൻ ആവണ്ട, എന്താണെന്നൊക്കെ നമുക്ക് സാവധാനം എല്ലാം ഒന്ന് ഓക്കെ ആയതിനു ശേഷം സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും വൈജയന്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അലീന ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ റിങ്കു ഓടി വരുന്നത് കേട്ടോ. അപ്പോൾ റിങ്കു അലീന വന്നു എന്നറിഞ്ഞപ്പോൾ ശർമ്മ ഡോക്ടർ തന്നെ പുറത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ റിങ്കു ഓടി വരുന്നുണ്ട്. അപ്പോൾ അലീന റിങ്കുവിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ മെല്ലെ. അങ്ങനെ റിങ്കു ആണെങ്കിൽ ഓടി വന്ന് അലീനയുടെ മേലോട്ട് കയറുകയാണ്. അങ്ങനെ അലീനയും റിങ്കും തമ്മിലുള്ള ആ ഒരു ഭാഗം ഇന്ന് നാളത്തെ എപ്പിസോഡിൽ ആണ് വരുന്നത്. ആ എപ്പിസോഡ് ഞാൻ മുൻപേ പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിങ്കിനോട് അലീന ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എടാ മോനെ നീയാണല്ലേ എന്നെ രക്ഷിച്ചത്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെയായിരുന്നു, ഞാൻ മരിച്ചു പോയാലോ, നിനക്ക് എന്നോട് അത്രയും സ്നേഹം ഉണ്ടോടാ എന്നൊക്കെ പറഞ്ഞ് റിങ്കുവിനെ ഇങ്ങനെ പുന്നാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശർമ്മ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശർമ്മ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് പെട്ടെന്ന് റിങ്കു ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന ആ സമയത്താണ് അലീന നോക്കുന്നത്. അപ്പോൾ റിങ്കു വരുന്നില്ല. പക്ഷേ പിന്നെ ശർമ്മ ഡോക്ടർ ചിരിച്ചുകൊണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ഇവന് നിന്നോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി, നിങ്ങളെ തമ്മിൽ ഒരിക്കലും പിരിക്കാൻ പറ്റത്തില്ല, ഇനി ഇവൻ എപ്പോഴാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത് അപ്പോൾ വന്നാൽ മതി, നിന്നെ കാണുമ്പോൾ നിൻ്റെ അടുത്തേക്ക് വരിക, നീ ഇനി ഇവിടെ നിർത്തിയാലും എനിക്ക് കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ എനിക്ക് തന്നാൽ മതി എന്ന് പറയണ ശർമ്മ ഡോക്ടർ കേട്ടോ. അങ്ങനെ ശർമ്മ ഡോക്ടർക്ക് ഒരു പ്രശ്നമില്ലാന്ന് മനസ്സിലാവാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം, ഒരുപാട് ഇങ്ങനെ കുനിഞ്ഞും നിവർന്നും ഒന്നും ഇങ്ങനെ ഒന്നും ചെയ്യരുത്, റിങ്കുവിനോട് ഇപ്പോൾ പുന്നാരിക്കുന്നത് പോലെ ഒന്നും ചെയ്യരുത്, കാരണം ആ മുറിവൊന്നും ഉണങ്ങി വന്നോട്ടെ, അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയാൽ മതി എന്നൊക്കെ പറയണം. ആ സമയത്ത് അതിനുശേഷം റിങ്കുവിനെയും കൂട്ടിയിട്ട് ശർമ്മ ഡോക്ടർ പോകുന്നുണ്ട്. അപ്പോൾ റിങ്കു ഏതായാലും സന്തോഷത്തോട് കൂടിയിട്ട് അലീനയുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുകയും മുമ്പ് വയ്ക്കുകയും അലീനയെ തലോടൊക്കെ ചെയ്തതിന് ശേഷം റിങ്കു പോകണം. അപ്പോൾ റിങ്കുവിനും ഒരു ഹാപ്പിയാണ് അലീനയെ കണ്ടപ്പം. അതുപോലെ അലീനയ്ക്കും ഭയങ്കര സന്തോഷമാണ് റിങ്കു വന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോഴൊക്കെ. പിന്നീട് കാണിക്കുന്നത് അലീന മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നിട്ട് സംസാരിക്കുന്നതാണ്. ആ സമയത്ത് മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും മോളെ എന്താണ് നിനക്ക് പറ്റിയത്, എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചു, നീ എത്ര വേദന സഹിച്ചു, എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നു, അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നിങ്ങനെ അലീനയോട് ചോദിക്കുകയാണ്. ഞാനൊക്കെ പറയാം മുത്തശ്ശി, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ല, ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലാം മുത്തശ്ശിയോട് പറയാമെന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന ഭാഗങ്ങൾ. ഒരു പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ സീനുകൾ ആഡ് ആവാനും ഞാൻ പറഞ്ഞ ചില ഭാഗങ്ങൾ ഇല്ലാതിരിക്കാനുമുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്താണെങ്കിലും കുറച്ച് ഇമാജിനേഷൻ കൂടിയിട്ടാണ് ഞാൻ പറയുന്നതെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുക കേട്ടോ. പിന്നെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കമൻറ്റിൻ്റെ സെക്ഷൻ ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ ആ ഹൈപ്പ് കൂടി ഒന്ന് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അവിടെ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യുന്ന ബാർ ഉണ്ടല്ലോ, ആ ബാർ ഒന്ന് നീക്കുന്ന സമയത്ത് അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഒന്ന് ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്റ്റോറി. നെക്സ്റ്റ് സ്റ്റോറി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.